ഹായ് ഓൾ. കിഡ്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു തീമാണ് എലഫൻ്റ് തീം അല്ലേ? ആ ഒരു എലഫൻ്റ് തീമിൽ വരുന്ന കേക്കും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ടേബിൾ സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. കോമൺലി ഗേൾസിനും ബോയ്സിനും സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള തീമുകൾ വളരെ കുറവാണല്ലേ? ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് കുറേ തീമുകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കുറേയൊന്നും എനിക്കറിയില്ല. അത് ആ ഒരു തീം നമുക്ക് കേക്ക്സിന് വരുമ്പോഴായിരിക്കും അത് സെർച്ച് ചെയ്യുന്നതും, ആ ഒരു കാർട്ടൂൺ എന്തിനെക്കുറിച്ചുള്ളതാണെന്നൊക്കെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ഒരു തീം നമുക്ക് ഗേൾസിനും ബോയ്സിനും കോമൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആനക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ പല കുട്ടികളുടെയും ഫേവറേറ്റ് ആണല്ലേ? ഈ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും പല ബേക്കേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഡാർക്ക് കളേഴ്സ് ക്രീമിൽ കൊടുക്കുമ്പോൾ അത്രമാത്രം കളർ അതിൽ ആഡ് ചെയ്യും വേണം. ആ ഒരു കളറ് ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ കസ്റ്റമറിൻ്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ നമ്മൾ ആ ഒരു കളറ് ഡയറക്റ്റ് ക്രീമിൽ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു നമുക്ക് ഫോണ്ടൻറ്റിൽ ആ ഒരു കളറ് ചെയ്തെടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറ് ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് കോംബോ വന്നിട്ടുണ്ടായിരുന്നത് 6 കപ്പ് കേക്ക്സ്, ജാർ കേക്ക്സ്, മൂസ് കേക്ക്സ്, അതേപോലെ പോപ്സും സിക്കിളും ആയിരുന്നു കേട്ടോ. ഡോണറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു 6 കപ്പ് കേക്ക്സിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റോസറ്റ ഡിസൈനാണ്. ഏതൊരു കപ്പ് കേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വളരെ ഈസിയും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഈ ഒരു റോസറ്റ ഡിസൈൻ. അതേപോലെ തന്നെ ഈ ഒരു കോംബോയിൽ കൊടുക്കാനുണ്ടായിരുന്ന 6 ജാർ കേക്ക്സ് വാനില ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പഞ്ചും ക്രീമും അതേപോലെ ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെൽറ്റിൻ മൗത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്നൊരു കേക്ക്സാണ് കേട്ടോ ജാർ കേക്ക്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പലരും കഴിച്ചിട്ടുള്ളതും എന്നാൽ ചിലർ കഴിക്കാത്തതായിട്ടുള്ളൊരു സംഭവമാണ് മൂസ് ഷോട്ട്സ് കേട്ടോ. ഈ ഒരു മൂസിൻ്റെ കേക്ക്സൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ടെൻഡർ കോക്കനട്ട് മൂസ് ഉണ്ട്, മാംഗോ മൂസ് ഉണ്ട്, അങ്ങനെ പല ഫ്ലേവേഴ്സിലെ മൂസ് കേക്ക്സ് ഉണ്ട്. ഇത് നമ്മൾ നോർമൽ വാനിലയിൽ വരുന്ന മൂസ് ഷോട്ട്സ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ തീമിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പലപ്പോഴും പല കസ്റ്റമേഴ്സിന് ഫോണ്ടൻറ്റ് താല്പര്യമില്ലാത്തവരുണ്ട്. അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് ഡാർക്ക് കളേഴ്സൊക്കെ കേക്കിൽ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ആ ഒരു കളർ ആഡ് ചെയ്യും. വളരെ കുറച്ച് കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ കവർ ചെയ്യാനും അല്ലെങ്കിൽ നോർമൽ ഡ്രിപ്പിംഗ് ഒക്കെ ഈ ഒരു കേക്ക്സിൽ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഗനാഷ് ഉപയോഗിക്കാറുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു കേക്ക്സ് മൊത്തം ഈ ഒരു കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലാസ്റ്റ് പാർട്ടാണ് എൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു പാർട്ട്. അത്ര നേരം നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ഫലം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അത് ഈ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഏത് വർക്കാണെങ്കിലും അല്ലേ.